കോഴിക്കോട് പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ തട്ടി ബൈക്ക് യാത്രികന് ഷോക്കേറ്റു. തിരുവമ്പാടി കോടഞ്ചേരി തമ്പല മണ്ണയിലാണ് അപകടം. ഷോക്കേറ്റ സാബു സക്കറിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ഇങ്ങനെ ഞാൻ വളഞ്ഞിങ്ങനെ വരുമ്പോൾ ഒരു വയറിങ്ങനെ ക്രോസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും വണ്ടിയിൽ തട്ടി സ്പാർക്കുണ്ടായി ഓടി ഞാൻ ഇച്ചിരി ഒരു 10 മീറ്റർ മുന്നോട്ട് പോയി. 10 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷം വലിയൊരു തീ പോലെ ഒരു സ്പാർക്കാണ് ഉണ്ടായി. ആ വലിച്ചല് ഈ സാധനങ്ങൾ തെറിച്ചു പോയി. അല്ലെങ്കിൽ ഞാൻ തവിട് പൊടിയായി പോയനെ, ഞാനും ഭാര്യയും തവിട് പൊടിയായി പോയനെ. അത്ര സ്പാർക്കാണ് ഉണ്ടായത്. പെട്ടെന്ന് ആ വലിച്ചെല്ലെന്തോ ഇങ്ങനെ പാളിപ്പോയിട്ട് വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ കഴിച്ചതായി. CK വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സമാനമായി വൈദ്യുതി ലൈൻ പൊട്ടി, അത് മഴയുള്ള സമയത്തൊക്കെ പാടത്തും തോട്ടിലും ഒക്കെ വീണ് മരണങ്ങളൊക്കെ സംഭവിച്ചത്. സാബുവിന്റെ വാക്കുകളിൽ ആ ആശങ്ക ജസ്റ്റ് രക്ഷപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. CK വിജയൻ വിവരങ്ങളുമായുണ്ട്. വിജയൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇത് ആരുടെ അനാസ്ഥയാണ്? ഇത് ഈ സാബു സക്കറിയ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സാബു സക്കറിയ അവിടെ ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്യുകയാണ്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യയും കൂടെ ബൈക്കിലുണ്ട്. ഇരുവരും കൂടെ ഈ കോടഞ്ചേരി തിരുവമ്പാടി റൂട്ടിൽ വരുന്നു. അങ്ങനെ തമ്പലമണ്ണ സ്ഥലത്തേക്ക് എത്തുന്നു. സാധാരണ രീതിയിൽ തന്നെ അവിടുത്തെ ഒരു അംഗൻവാടിയൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. ഒരു വളവിൽ നിന്നും നേരെ ബൈക്ക് ഓടിച്ച് സാധാരണ വരുമ്പോൾ വരുന്നു. പെട്ടെന്ന് കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും സാബുവിൻ്റെ ഈ കൈക്ക് വലിയ രീതിയിൽ വേദന വരുന്നു. പെട്ടെന്ന് ബൈക്കിൻ്റെ അടിയിൽ നിന്നൊരു സ്പാർക്ക് വരുന്നു. കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും ബൈക്കിൻ്റെ ഇടയിൽ നിന്നൊരു കമ്പി പോലെ സാധനം വലിഞ്ഞ് പുറകോട്ട് പോകുന്നതായി സാബുവിന് ബോധ്യപ്പെടുന്നു. അപ്പോഴാണ് സാബുവിന് യഥാർത്ഥത്തിൽ മനസ്സിലായത് ഇത് ഒരു പൊട്ടി വീണ വൈദ്യുതി കമ്പിയിലാണ് താൻ തട്ടിയിരിക്കുന്നത്, തൻ്റെ ബൈക്ക് തട്ടിയിരിക്കുന്നത് എന്താണ്. ആ വേഗത ഉള്ളത് കൊണ്ട് മാത്രമാണ് അതുവരെ വലിഞ്ഞു നിന്ന കമ്പി പെട്ടെന്ന് ഈ ബൈക്കിൽ നിന്നും വിട്ടുപോവുകയും അത് തെറിച്ച് മാറുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അങ്ങനെയാണ് സാബുവും ഭാര്യ സിനിയും ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടുന്നത്. പിന്നീടാണ് സാബുവിന് ഈ കൈയുടെ ഭാഗം വലിയ രീതിയിൽ വേദന വരികയും അതൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ആദ്യം ഒരു ആശുപത്രിയിൽ ചെന്നു. ഇന്ന് രാവിലെ വീണ്ടും താമരശ്ശേരിയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ ചെല്ലുകയും അവിടെ നിന്നും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നീട് വരണം എന്നുകൂടി പറഞ്ഞാണ് അദ്ദേഹത്തെ ആശുപത്രി അധികൃതർ വിട്ടയച്ചിരിക്കുന്നത്. അത്ഭുതം എന്ന് പറയാം, അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയാം. ഈ ബൈക്കിൽ തട്ടിയ ആ കമ്പി വലിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫോഴ്സിൽ അത് വിട്ടുപോവുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇത് ആരുടെ അനാസ്ഥയാണ് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഇത്തരം വൈദ്യുതി കമ്പികൾ പൊട്ടി വീഴാതിരിക്കാനുള്ള ശ്രദ്ധ പാലിക്കേണ്ടതെല്ലാം തന്നെ വൈദ്യുതി വകുപ്പാണ്, KSEB ആണ്. അവരുടെ ഈ ലൈൻ കറക്റ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അടക്കം അവർക്ക് സ്റ്റാഫുകളുണ്ട്. അത് നോക്കേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് പൊട്ടി വീണത് എന്നത് പോലും അറിയില്ല. ഗൗരവമുള്ള സംഭവമാണ്. ഭാഗത്തിലെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന ആശ്വാസമാണ് അദ്ദേഹത്തിന്. പക്ഷേ KSEBയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് ഗൗരവതരമായ പരിശോധന ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.